ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള ഭാഗത്തെ മൂന്നാമത്തെ ചാപ്റ്ററായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്? അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്കെല്ലാം ഓരോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണത്? നമ്മളെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളോട്, അല്ലെങ്കിൽ നമ്മളെ സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ നമ്മളെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓരോ ഇൻഡിവിജ്വലിനുണ്ട്. എന്നാൽ എന്താണ്, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിലാണ് ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. സൊസൈറ്റിയിലാണ് ബിസിനസ് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ നിന്നാണ് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ്സിനും സൊസൈറ്റിയിലേക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതായത് ഒരു ബിസിനസ് സൊസൈറ്റിയിൽ നിന്ന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ബിസിനസ് എടുക്കുന്നുണ്ട്. കാരണം സൊസൈറ്റിയിലാണ് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത്, സൊസൈറ്റിയാണ് അതിന് എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, സൊസൈറ്റി അതിൻ്റെ സപ്ലയേഴ്സ് സൊസൈറ്റിൻ്റെ ഭാഗമാണ്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം സൊസൈറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു സൊസൈറ്റിയിലാണ്. ആ സൊസൈറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സൊസൈറ്റിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഒരു ബിസിനസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് ബിസിനസ് സൊസൈറ്റിയോട് കാണിക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റിനെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻറ്റ് ബൈ ബിസിനസ് ടു ബിഹേവ് എത്തിക്കലി ആൻഡ് കോൺട്രിബ്യൂട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വൈൽ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ വർക്ക് ഫോഴ്സ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റി. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ബിസിനസ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. എന്തൊക്കെയാണ് കമ്മിറ്റ്മെൻറ്റിലുള്ളത്? ഒന്ന്, ബിഹേവ് എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുക. ആൻഡ് കോൺട്രിബ്യൂട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, അതിൻ്റെ വർക്ക് ഫോഴ്സിൻ്റെയും ലോക്കൽ കമ്മ്യൂണിറ്റിൻ്റെയും, ഏത് ലോക്കാലിറ്റിയിലാണ് ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ ലോക്കൽ കമ്മ്യൂണിറ്റിൻ്റെയും ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഈ ഒരു തിയറി പറയുന്നത് എന്താ വെച്ചാൽ, ബിസിനസ്സും സൊസൈറ്റി ആയിട്ട് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. എന്താണ് ഇൻവിസിബിൾ എഗ്രിമെൻറ്റ്? നമുക്കറിയാം എന്താ എഗ്രിമെൻ്റ് എന്നുള്ളത്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്യുന്നതിനെയാണ് എഗ്രിമെൻ്റ് എന്ന് പറയാം. ഒരു ഇൻവിസിബിൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സൈൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ അതൊരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ട്. എന്താണ് ബിസിനസ്സിന് എന്താണ് അതിൽ നിന്ന് ബെനിഫിറ്റ്? ബിസിനസ് അതിൽ നിന്നുള്ള റിസോഴ്സസ്, ഒരു സൊസൈറ്റിയിലത്തെ റിസോഴ്സസ് ബിസിനസ് യൂസ് ചെയ്യും. എന്തൊക്കെയാണ്? ലേബർ, ലാൻഡ്, വാട്ടർ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ യൂസ് ചെയ്യും. കസ്റ്റമേഴ്സിന്, അതായത് ഒരു സൊസൈറ്റിയിലെ കസ്റ്റമേഴ്സിനാണ് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. ഇതൊക്കെ ബിസിനസ്സിന് ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഈ ഒരു അഡ്വാൻറ്റേജിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബിസിനസ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിയോടുണ്ട്. അതെന്തൊക്കെയായിരുന്നു? ഫെയർ വേജസ് കൊടുക്കുക, എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ള വേജ് കൊടുക്കുക, സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, എൻവയോൺമെൻറ്റ് ക്ലീൻ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഒരു ബിസിനസ്സിന് സൊസൈറ്റിയോടുള്ള കുറച്ച് എഗ്രിമെൻറ്റുകളാണ്. അപ്പോൾ ഇതൊരു ഇൻവിസിബിൾ കോൺട്രാക്റ്റ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ എഗ്രിമെൻറ്റ്. അതായത് ബിസിനസ്സിന് അതിൽ നിന്ന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, സൊസൈറ്റിക്കും അതിൽ നിന്ന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ബിസിനസ്സിന് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് കിട്ടും, ഇൻഫ്രാസ്ട്രക്ചർ കിട്ടും, സെല് ചെയ്യാനുള്ള കസ്റ്റമേഴ്സിനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. എന്നാൽ ബിസിനസ് അത് റിട്ടേൺ ആയിട്ട് അതിന് ബാക്കായിട്ട് എന്താണ്, എംപ്ലോയീസിന് ഫെയർ വേജസ് കൊടുക്കണം, സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം സപ്ലൈ ചെയ്യണം, എൻവയോൺമെൻറ്റിനെ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യണം. ഇതുപോലെ കുറേ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിനുണ്ട്. അപ്പോൾ ഈ ഒരു അസംഷനാണ്, ഇതൊരു കോൺട്രാക്റ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷേ ഇതൊരു അസംഷനാണ്, ഒരു തിയറിയാണ്. ഈ ഒരു തിയറിനെയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി. അതായത് ഈ തിയറി പ്രകാരം ബിസിനസ്സും സൊസൈറ്റിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു ഇൻവിസിബിൾ എഗ്രിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ കുറേ അപ്രോച്ചസ് നോക്കാം. ഏതൊക്കെ രീതിയിലാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ഒന്നാമത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഒരു കമ്പനി കോർപ്പറേറ്റ് ആ കമ്പനിക്ക് കുറേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് കമ്പനി വളണ്ടറി ആയിട്ട്, സ്വമേധയായിട്ട് ചെയ്യേണ്ട കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരു സൊസൈറ്റിയിൽ. അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതെന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില കമ്പനീസ് നമുക്കറിയാൻ പറ്റും, സ്കൂളൊക്കെ ഡൊണേറ്റ് ചെയ്യും, ഒരു സൊസൈറ്റിയിലേക്ക് സ്കൂൾ ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. ഇപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ വളണ്ടറി ആയിട്ട് ചെയ്യുന്നതിന് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം.
പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി പ്രകാരം നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്ക് ആരാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അയാളാണ് ബിസിനസ്സിൻ്റെ ഓണർ. എന്നാൽ ഒരു ബിസിനസ്സിൽ ഓണർ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ ബിസിനസ്സിൻ്റെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇപ്പോൾ എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സ്, നമ്മളെ കസ്റ്റമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നൈബേഴ്സ്, നമ്മളെ അയൽക്കാർ, അതുപോലെ തന്നെ ലേബേഴ്സ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്താ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് ഇവരെ നമ്മൾ പറയുക. അതായത് ഇവരെല്ലാം ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇവരെ വോയിസും, അതായത് ഓണർ മാത്രം തീരുമാനങ്ങൾ, ഓണർ മാത്രം ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടല്ല ഒരിക്കലും ബിസിനസ് റൺ ചെയ്യേണ്ടത്. ഇതുപോലത്തെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൺസേണും കൂടെ കേട്ടതിന് ശേഷമായിരിക്കണം ഒരു ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതും എന്നുള്ളതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ. ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് മെഷർ ചെയ്യുന്നത് 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. ഒന്ന് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് പറഞ്ഞാൽ എന്താണ്? എന്തായാലും ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാണ്, ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, അതൊരു ഫാക്ടറാണ്. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ, ആൾക്കാരെ, അവരെ ഒരു ക്ഷേമം കൂടെ ബിസിനസ്സിൻ്റെ ഒരു സക്സസ് ഫാക്ടറാണ്. അതായത് എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ള വേജ് കൊടുക്കണം, ലേബേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെ എന്താണ്? സോഷ്യൽ ഫാക്ടേഴ്സാണ്. ഇനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി പ്ലാനറ്റ് റിലേറ്റഡ്, അതായത് പൊല്യൂഷൻ കുറക്കുക, കാർബൺ പ്രിൻറ്റ് കുറക്കുക, അതുപോലെ തന്നെ മറ്റ് ഗ്രീൻ, അതായത് മറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആക്ടിവിറ്റീസ്, ഇതുപോലത്തെ ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുക? എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. അതായത് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് മെഷർ ചെയ്യുന്നത് ഈ 3 കാര്യങ്ങളൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ബിസിനസ്സിൻ്റെ സക്സസ് കൺസിഡർ ചെയ്യാൻ. അതായത് ഒരു കമ്പനി ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ സോഷ്യലായിട്ടും എൻവയോൺമെൻറ്റലായിട്ടും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, ആ കമ്പനിക്ക് ചിലപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് എതിർപ്പ് വരാനും ഭാവിയിൽ എന്ത് ചെയ്യും, അത് ബിസിനസ്സിനെ ബാധിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ റിയൽ സക്സസ് മെഷർ ചെയ്യേണ്ടത് ഈ 3 ഫാക്ടേഴ്സ്, ഈ 3 പില്ലേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം. അതായത് പീപ്പിൾ, പ്രോഫിറ്റ്, പീപ്പിൾ, പ്ലാനറ്റ്, ഈ 3 Pയും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം വേണം ഒരു ബിസിനസ്സിൻ്റെ സക്സസ് അല്ലെങ്കിൽ ലോങ് ടേം സക്സസ് കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ എന്നുള്ളതാണ് ഈ ഒരു ട്രിപ്പിൾ ബോട്ടം ലൈൻ തിയറി പറയുന്നത്. നമുക്ക് ഈ ട്രിപ്പിൾ ബോട്ടം തിയറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് ടാറ്റ സ്റ്റീൽ പ്ലാന്റ്, ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ്, അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റീൽ സെല്ല് ചെയ്തിട്ട് അവർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, എക്കണോമിക് ഫാക്ടർ ക്ലിയർ ആണ്. ഇനി പീപ്പിള്, അതായത് അവരെന്തായും അവരെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്, വർക്കേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തായും സ്കൂള്, ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പീപ്പിൾ, സോഷ്യൽ ഫാക്ടർ എന്താണ് അവിടെ, അതാണ് കമ്പനി കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പ്ലാനറ്റ്, ദ ഇൻസ്റ്റാൾ ഫില്ലർ ടു എൻഷുർ, അതായത് എന്താണ് അവർ പുറത്തേക്ക് പുകമാലിന്യം പോകാതിരിക്കാൻ വേണ്ടി ഫിൽറ്റേഴ്സൊക്കെ എന്തായി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ലോങ് ടേം സക്സസ് എന്ന് പറയുന്നത് ഈ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ട്രിപ്പിൾ ബോട്ടം ലൈൻ തിയറി പറയുന്നത്. ഇനി നമുക്ക് എത്തിക്സ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നുള്ള ഭാഗം നോക്കാം. എന്താണ് എത്തിക്സ്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഫിലോസഫിൻ്റെ ഒരു ബ്രാഞ്ചാണ് എത്തിക്സ്. അതെന്ന് വെച്ചാൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ എങ്ങനെ ചെയ്യാം, ഇതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയാം. ഇതേ കാര്യം നമ്മൾ എന്താ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്താ ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ബിസിനസ്സിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് റൈറ്റ്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് റോങ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് എന്ത് ചെയ്യുക, ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. പിന്നെ എത്തിക്സിൻ്റെ കുറച്ച് ടൈപ്സുകൾ നോക്കാം. മെറ്റാ എത്തിക്സ്, തിങ്കിങ് അബൌട്ട് ദ വേർഡ് ഗുഡ് ഓർ ബാഡ് ആക്ച്വലി മീൻ, എന്താണ് നല്ലത്, എന്താണ് മോശമായിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, അതാണ് എന്ത് ചെയ്യാം മെറ്റാ എത്തിക്സ്. പിന്നെ നോർമേറ്റീവ് എത്തിക്സ്, ക്രിയേറ്റിംഗ് റൂൾ ഫോർ ബിഹേവിയർ, അതെന്താണ് നമ്മൾ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യണം എന്നുള്ളതിന് ഒരു റോള് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നോർമേറ്റിക്സ് എന്ന് പറയാം.
പിന്നെ അപ്ലൈഡ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് ഈ എത്തിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ബിസിനസ് എത്തിക്സ്, നമ്മൾ ബിസിനസ്സിൽ ഈ എത്തിക്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുക. ഇതുപോലെ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അത് നമ്മളൊരു പ്രൊഫഷനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ എത്തിക്സുകളുണ്ട്. അതിനെയാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ വരുന്നൊരു ചോദ്യമാണ്, ബിസിനസ് എത്തിക്സും പേഴ്സണൽ എത്തിക്സും രണ്ടും സെപ്പറേറ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളൊരു ചോദ്യം. ഈ ഒരു മാനേജ്മെൻറ്റ് ഗുരു പറഞ്ഞുള്ള ബിസിനസ് എത്തിക്സ്, അതായത് ശരിക്കും ബിസിനസ് എത്തിക്സും പേഴ്സണൽ എത്തിക്സും സെയിം ആണ് എന്നുള്ളതാണ് പീറ്റർ ഡ്രക്കർ ഈ മാനേജ്മെൻറ്റ് ഗുരു പറയുന്നത്. എന്താണ് അയാൾ മീൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ അയാളെ പേഴ്സണൽ ലൈഫിൽ എത്തിക്സ് ഉള്ള ആളാണെങ്കിൽ, പേഴ്സണൽ ലൈഫിലൊരു ഹോണസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ബിസിനസ്സിലും അയാൾ എത്തിക്സ് ഉള്ള ആളായിരിക്കും, ബിസിനസ്സിലും ഹോണസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഇയാളൊരു കൺസെപ്റ്റ് പ്രകാരം, ഈ പീറ്റർ ഡ്രക്കറിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരാളെ പേഴ്സണൽ ലൈഫിൽ എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ ബിസിനസ് ലൈഫിലും എത്തിക്സ് ഉണ്ടാവുള്ളൂ. ഇതെന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് പാരഡിഗം ഷിഫ്റ്റ് ഫോർ എ ലോങ് ടൈം ഇന്ത്യൻ ബിസിനസ് ഫോളോഡ്. അതായത് ഒരുപാട് കാലം ഇന്ത്യൻ ബിസിനസ് ഫോളോ ചെയ്തിരുന്നത് ട്രഡീഷണൽ വ്യൂ ആയിരുന്നു. ഇനി എത്തിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതെന്താ ഒരു പുതിയ വ്യൂ ആയിട്ടുണ്ട്. ആ ട്രഡീഷണൽ വ്യൂ എന്താ വെച്ചാൽ, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഓണറുടെ പ്രോപ്പർട്ടിയാണ്. ഓണർക്ക് എന്താണോ ചെയ്യേണ്ടത്, ഓണർക്ക് എന്താണോ താല്പര്യമുള്ളത് അത് ബിസിനസ്സിൽ ചെയ്യാം. അതാണ് പഴയ ഒരു വ്യൂ ഉള്ളത്. ഒരു പുതിയ വ്യൂ പ്രകാരം ബിസിനസ് എന്ന് പറഞ്ഞുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് സൊസൈറ്റിയിൽ റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബിസിനസ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് സൊസൈറ്റി അലോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാം ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ എന്തെങ്കിലും കാലത്ത് ഈ ബിസിനസ് സൊസൈറ്റിക്ക് ഹാംഫുള്ളായി, സൊസൈറ്റിക്ക് എതിരായി കഴിഞ്ഞാൽ സൊസൈറ്റി തന്നെ ആ ബിസിനസ് പൂട്ടാൻ വേണ്ടിയിട്ട്, ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യും. ഇതാണ് ഒരു പുതിയ അപ്രോച്ച്. അതായത് പഴയ അപ്രോച്ച് പ്രകാരം ഒരു ബിസിനസ് എന്നുള്ളത് ഓണറുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. ഓണർക്ക് എന്താണോ വേണ്ടത്, ഓണർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ബിസിനസ്സിൽ ചെയ്യാം. എന്നാൽ ഒരു പുതിയ അപ്രോച്ച് പ്രകാരം എന്താണ്, ബിസിനസ് എന്നുള്ളത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് സൊസൈറ്റി അലോ ചെയ്യുന്നുണ്ട്, സൊസൈറ്റി അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു ബിസിനസ് സൊസൈറ്റിയിൽ റൺ ചെയ്യുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് സൊസൈറ്റിക്ക് ആ ബിസിനസ് എതിരായി കഴിഞ്ഞാൽ സൊസൈറ്റി ആ ബിസിനസ്സിനെതിരെ തിരിയും, അങ്ങനെ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വരും. ഇതാണ് പുതിയ അപ്രോച്ച്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം, എൻവയോൺമെന്റൽ അക്കൗണ്ടബിലിറ്റി. അത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക, അതായത് പരിസ്ഥിതി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റിയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരു ഓൾഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തേയുള്ളൂ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. എന്നാൽ എന്താണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പുതിയ അപ്രോച്ച് പ്രകാരം നാച്ചുറൽ റിസോഴ്സ്, അതായത് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അതായത് അതായത് പുഴകൾക്ക്, മരങ്ങൾക്കൊന്നും എന്ത് ചെയ്യുക, അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ബിസിനസ് അതിൻ്റെ ഒരു ഗാർഡിയനായിട്ട്, അതിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ട് എപ്പോഴും വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ എൻവയോൺമെന്റൽ അക്കൗണ്ടബിലിറ്റി മീൻ ചെയ്യുന്നത്. ഇൻ മോഡേൺ എത്തിക്കൽ ബിസിനസ് ദ പ്രയോറിറ്റി ഷുഡ് ബി നാച്ചുറൽ എൻവയോൺമെൻറ്റ്, നാച്ചർ പ്രൊട്ടക്ട് ചെയ്യുക, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റിയാണ്. പിന്നെ സൊസൈറ്റീൻ്റെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, പിന്നെ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സപ്പോസ് കസ്റ്റമേഴ്സ്, ബാങ്ക്, വെൻഡേഴ്സ്, ഇതുപോലത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണേഴ്സിൻ്റെ പ്രൊട്ടക്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രയോറിറ്റിയിലാണ് എപ്പോഴും ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നാച്ചുറിന് കൊടുക്കുക, രണ്ടാമത്തെ പ്രയോറിറ്റി സൊസൈറ്റിക്കാണ് രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, കാരണം സൊസൈറ്റിയിലാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഓണേഴ്സ് അല്ലാത്ത മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഇപ്പോൾ ബാങ്ക്, വെൻഡേഴ്സ്, കസ്റ്റമേഴ്സ്, നമ്മൾ ഓഡിറ്റേഴ്സ്, ഇതുപോലത്തെ ടീം, ഇതൊക്കെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ ഇവരെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ, ഓണേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി.
ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് റിട്ടേൺ കിട്ടുക എന്നുള്ളതായിരിക്കും അവരെ കീ പ്രയോറിറ്റി. അപ്പോൾ അതും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് നോക്കാം. അതായത് ലീഗലായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം നാഷണൽ വളണ്ടറി ഗൈഡ് ലൈൻസ്. ഇത് 2011 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തതാണ്. അതായത് ഇതൊരു ആക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് കുറേ ഗൈഡ് ലൈൻസ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അത് വളണ്ടറി ഗൈഡ് ലൈൻസ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനാണ് എന്ത് ചെയ്യുക, നാഷണൽ വളണ്ടറി ഗൈഡ് ലൈൻസ് എന്ന് പറയാം. അതായത് വർക്കേഴ്സിൻ്റെ റൈറ്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, എൻവയോൺമെൻറ്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗൈഡ് ലൈൻസ്, അതായത് ഒരു ആക്റ്റ് ആയിട്ടില്ല, ആ ഗൈഡ് ലൈൻസ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെയാണ് നാഷണൽ വളണ്ടറി ഗൈഡ് ലൈൻസ് എന്ന് പറയാം. ഇത് 2011 ഇനി 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 135 പ്രകാരം എന്താണ്, ചില ടൈപ്പ് ഓഫ് കമ്പനീസിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു റൂളുണ്ട്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 135 പ്രകാരം ചില കാറ്റഗറി ഓഫ് ബിസിനസ്, ആ കാറ്റഗറി എന്താണെന്നുള്ളത് നമ്മൾ അടുത്തത് പറയും. ആ കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ നിങ്ങളൊരു സെർട്ടൻ എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും മസ്റ്റായിട്ടും സ്പെൻഡ് ചെയ്തിരിക്കണം. ഇനി അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് എന്തൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താലാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് നെറ്റ് വർത്ത്, കമ്പനീൻ്റെ മൊത്തത്തിലുള്ള ആസ്തി, അതിനാണ് നെറ്റ് വർത്ത് എന്ന് പറയാം. അത് 500 കോടി അല്ലെങ്കിൽ അതിന് മുകളിൽ നെറ്റ് വർത്ത് ഉണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, ഈ CSR ഫണ്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ്, കമ്പനിക്ക് 1000 കോടിക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സെയിൽ ഉണ്ടെങ്കിൽ CSR ഫണ്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. ഇനി അടുത്തത് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5 കോടിക്ക് മുകളിൽ കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ്, ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൽ 5 കോടിക്ക് മുകളിൽ കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കമ്പനി CSR എമൗണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ 500 കോടി അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്തിരിക്കണം. ടേൺ ഓവർ സെയിൽസ് 1000 കോടിക്ക് അതിൻ്റെ മുകളിൽ സെയിൽ ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്തിരിക്കണം. നെറ്റ് പ്രോഫിറ്റ്, കമ്പനീൻ്റെ ലാഭം 5 കോടിക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകൾക്ക് ലാഭം ഉണ്ടെങ്കിലും കമ്പനി സ്പെൻഡ് ചെയ്തിരിക്കണം. ഇനി എത്രയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% കമ്പനി CSR ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അത് ഈ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2% കമ്പനി സ്പെൻഡ് ചെയ്തിരിക്കണം. എന്ത്, CSR എന്നുള്ളൊരു കാറ്റഗറിയിൽ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാറ്റഗറിയിൽ കമ്പനി സ്പെൻഡ് ചെയ്തിരിക്കണം. CSRൻ്റെ കുറച്ച് കണ്ടീഷൻസ് ആണ്. എന്താണ്, ഇന്ത്യയിൽ മാത്രം സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും CSR ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ആക്റ്റിൽ കവർ ആവില്ല. ഇന്ത്യയിൽ തന്നെ ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് ചെയ്യും, ഫണ്ട് കൊടുക്കുന്നത് CSR ആയിട്ട് കൺസിഡർ ചെയ്യൂല. അതുപോലെ തന്നെ എംപ്ലോയീസ് ഇപ്പം നോർമലായിട്ട് കൊടുക്കുന്നത്, എംപ്ലോയീസിന് ഷൂ കൊടുക്കുക, അതുപോലെ തന്നെ യൂണിഫോം കൊടുക്കുക, ഇതുപോലെ റെഗുലറായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നതൊന്നും എന്ത് ചെയ്യുക, CSR ആയിട്ട് കൗണ്ട് ചെയ്യൂല. നോർമൽ ബിസിനസ് ആക്ടിവിറ്റി ഒന്നും CSR ആയിട്ട് കൗണ്ട് ചെയ്യൂല. ഇതല്ലാതെ എന്ത് ചെയ്യാം, നോർമലി സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നു, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സ്കൂൾ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ മരങ്ങൾ വെച്ച് ഉപയോഗിക്കുക, ഇതുപോലെ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഈ CSR ഫണ്ട് കമ്പനീസ് മസ്റ്റായിട്ടും സൊസൈറ്റിയിൽ സ്പെൻഡ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഫോർ എക്സാമ്പിൾ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സൊസൈറ്റി, ഓണേഴ്സ്, ഇവരൊക്കെ എന്താ ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. പിന്നെന്താണ് ഫിലോന്ത്രാപ്പി എന്ന് പറഞ്ഞാൽ ഗിവിങ് മണി ടു ചാരിറ്റി. അതായത് നമ്മൾ വളണ്ടറി ആയിട്ട് ഒരു ചാരിറ്റിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നതിന്, മണി കൊടുക്കുന്നതിനാണ് ഫിലാന്ത്രാപ്പി എന്ന് പറയാം. പിന്നെ ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാണ്, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ആയിട്ട് നമ്മൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അതായത് ഗിവിങ് സംതിങ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് അനദർ. അതായത് നമുക്ക് എന്തെങ്കിലും കുറേ ബെനിഫിറ്റ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ ആയിട്ട് നമ്മൾ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനാണ് ക്വിഡ് പ്രോ ക്വോ എന്ന് പറയാം. പിന്നെ ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് 3 ഫാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്യുന്ന കൺസെപ്റ്റാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ. ഒന്നാമത് പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്. അതായത് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. പിന്നെ പ്ലാനറ്റ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. പിന്നെ അവസാനമായിട്ട് പ്രോഫിറ്റും കൺസിഡർ ചെയ്യണം. ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൺസിഡർ ചെയ്തിട്ട് ഈ ഫാക്ടർ എല്ലാം കൺസിഡർ ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ സക്സസ് മെഷർ ചെയ്യുന്നതിനാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറി നോക്കാം. ഒന്ന് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് എന്താണ്? ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അതായത് ബിസിനസ് സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ ആയിട്ട് ബിസിനസ് സൊസൈറ്റിയിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ ട്രിപ്പിൾ ബോട്ടം ലൈൻ, അതായത് 3P എന്തൊക്കെയാണ് അതിൽ? ഒന്ന് പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്. അതായത് ട്രഡീഷണൽ ആയിട്ട് കമ്പനികൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ് ട്രിപ്പിൾ ബോട്ടം ലൈനിൽ നിന്ന് അപ്രോച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, പ്ലാനറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യണം ബിസിനസ്. പിന്നെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ്. അതായത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് എത്തിക്സ് എന്ന് പറയാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഈസ് അബൌട്ട് ഓർഗനൈസേഷൻ ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഒരു ബിസിനസ്സിന് എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതായത് ഇനി അടുത്തൊരിത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ കാലത്ത് ബിസിനസ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സിൻ്റെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ടാണ് ബിസിനസ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓണേഴ്സിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. എന്നാൽ പുതിയ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിന് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സൊസൈറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, സൊസൈറ്റിയോട് കുറേ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 135 പ്രകാരം എന്താണ്? നെറ്റ് വർത്ത് 500 കോടി, ടേൺ ഓവർ 1000 കോടി, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5 കോടി, ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ കമ്പനി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2%, അവസാനം 3 വർഷത്തെ ലാഭത്തിൻ്റെ ആവറേജിൻ്റെ 2% കമ്പനി CSR ഫണ്ടായിട്ട് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കവർ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.